ഹായ് നമസ്കാരം. ഇതൊരു ഹ്യൂമിഡിഫയർ ആണ്, കൂൾ മിസ്റ്റ് ഹ്യൂമിഡിഫയർ. അപ്പോൾ ഇത് റോസ് കെയം എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ അതിൻ്റെ വെള്ളം നിറയ്ക്കാം, എങ്ങനെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം, എന്തൊക്കെ മോഡുണ്ട്, അതെങ്ങനെ പവർ ഓൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഒരു 1700 രൂപ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 2000 രൂപ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ വില. ഇത് ഒരു ഓഫറിൽ കിട്ടിയതാണ് 1700-ന്. ഈ ഹ്യൂമിഡിഫയർ എനിക്ക് അത്യാവശ്യമായിരുന്നു. എനിക്ക് എപ്പോഴും അലർജി ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ മൂക്കടഞ്ഞു പോവുക, തൊണ്ടയിൽ ഇറിറ്റേഷൻ. എൻ്റെ കൊച്ചിനും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പർച്ചേസ് ചെയ്തത്. കാരണം ഇവിടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഭയങ്കര ചൂട് കൂടുതലാണ്, AC-യിലാണ് താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയും AC കിടന്നു കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ ഇത്ര അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ്. താഴെ കണ്ടോ, ബട്ടൺസ് ഉണ്ട്, 4 ഇൻറ്റൻസിറ്റി ലെവലുണ്ട്. മുകളിൽ ഒരു 360 ഡിഗ്രിയിൽ ടേൺ ചെയ്യാൻ പറ്റുന്ന നോസിലുണ്ട്. അപ്പോൾ നമുക്ക് മിസ്റ്റ് ഏത് രീതിയിലും എടുക്കാൻ പറ്റും. ഇങ്ങനെ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. റിമൂവബിളാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടത് ബാക്കി വെള്ളം എടുത്ത് കളഞ്ഞിട്ട് രണ്ട് കമ്പാർട്ട്മെൻറ്റും ക്ലീനായിട്ട് എടുത്ത് വെക്കേണ്ടതാണ്. ഇത് താഴെ ഒരു ക്യാപ്പ് കാണുന്നില്ലേ, ആ ക്യാപ്പ് തുറന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ആ ചേമ്പറിലോട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. 2 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. നമുക്കൊരു ഫാമിലിക്ക്, ഒരു സ്മോൾ ഫാമിലിക്ക് 2 to 4 എന്തായാലും മതിയാവും. 2 ലിറ്ററൊക്കെ ധാരാളം മതിയാകും. നമ്മൾ കിടക്കുന്ന റൂമിലും ലിവിങ് ഏരിയ അവിടെയൊക്കെ വെക്കാൻ പറ്റും. ഞങ്ങൾ മിക്കവാറും ഓവർനൈറ്റാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുകയാണ്. 2 ലിറ്ററാണ് ഇതിൻ്റെ ഹോൾഡിങ് കപ്പാസിറ്റി. ഇപ്പോൾ 2 ലിറ്റർ വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലുണ്ട്, എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻസിറ്റി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് പവർ ഓൺ ചെയ്ത് ഇൻറ്റൻസിറ്റി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ മിസ്റ്റ് ഓവർനൈറ്റ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പവർ ഓൺ ചെയ്തു. നമ്മളിനി ഇൻറ്റൻസിറ്റി മോഡ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിനെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് അതങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം, മിസ്റ്റിൻ്റെ കൺട്രോൾ ലെവൽ എത്ര വേണം. അപ്പോൾ ഫസ്റ്റിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ഇതിപ്പം ഡേ ലൈറ്റ് ആയതുകൊണ്ടാണ് അധികം കാണാത്തത്. നമ്മൾ നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണത് കാണാത്തത്. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഹാൻഡ് ടച്ചാണ്. ആ ബട്ടണിൽ തന്നെയാണ് 4 മോഡുകളിലും പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2.5 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. കാരണം രാവിലെ എണീറ്റ് കഴിയുമ്പോൾ മൂക്കൊക്കെ ഉണങ്ങി, തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഡ്രൈ കഫായിരുന്നു. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് എനിക്കും കൊച്ചിനും. അപ്പം എനിക്ക് അലർജി ഉണ്ട് പൊതുവേ, പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലീഫ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ അതായത് ഡ്രൈ സ്കിന്നുള്ളവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. AC-യിലൊക്കെ കിടന്നു കഴിഞ്ഞ് സ്കിൻ ഡ്രൈ ആവുന്നവർക്കൊക്കെ നല്ലതാണ്. കാരണം ഇത് മോയ്സ്ചർ ലെവൽ കൂട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഹൈഡ്രേഷൻ കിട്ടും. അപ്പം എനിക്കും അങ്ങനെ ഒരു സ്കിൻ ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് AC കിടക്കുമ്പോൾ. പിന്നിപ്പോൾ ഇതും ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഇത് റോസ് കെയമിൻ്റെ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ അതായത് ഒരു 1000, ഒരു ബിലോ 1000 ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും വാട്ടർ റീഫിൽ ചെയ്യണം. ഇത് കൂൾ മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അതായത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴുകയോ അങ്ങനെ ചൂടുവെള്ളത്തിന് ഏറ്റിങ്ങനെ പൊള്ളലൊന്നും വെക്കില്ല. കാരണം എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഹ്യൂമിഡിഫയർ തന്നെ പലതരത്തിലുണ്ട്. കൂൾ മിസ്റ്റ് ഉണ്ട്, വാം മിസ്റ്റ് ഉണ്ട്, വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് ഉണ്ട്, അങ്ങനെ. അപ്പോൾ വാം മിസ്റ്റ് ആണെങ്കിൽ വാട്ടർ ഹീറ്റ് ചെയ്തിട്ട് അതിനെ വേപ്പറൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തട്ടുമുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ എപ്പോഴും ചെറിയ കുട്ടികളുള്ള വീട്ടിൽ കൂൾ മിസ്റ്റ് ഒക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും സുഖം. പിന്നെ അതുപോലെ തന്നെ ഇത് ചിലതിനൊക്കെ സൗണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെ ആഡിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് അത്ര സൗണ്ട് ഇല്ല. അതായത് വളരെ കുറഞ്ഞ സൗണ്ട്. അത് അങ്ങനെ ഒരു സാധനം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും കംഫർട്ടബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുക. കണ്ടോ, എൻ്റെ കൈയൊക്കെ പിടിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പം 3rd കിടക്കുന്നത്. എൻ്റെ അത്ര ഇട്ടപ്പോഴത്തേനും നല്ല മിസ്റ്റ് വരുന്നുണ്ട്, നന്നായിട്ട് മുകളിലോട്ട് വരുന്നുണ്ട്.
കണ്ടോ, പൊള്ളത്തൊന്നുമില്ല, നല്ല തണുത്ത മിസ്റ്റാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ, അതായത് ഡ്രൈ ത്രോട്ട്, സ്കിന്ന്, നേസൽ ഇറിറ്റേഷൻസ്, ഇങ്ങനെ തൊണ്ട വരണ്ട്, മൂക്കൊക്കെ വരണ്ട്, കൂർക്കം വരെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷുണ്ട്, പിന്നെ ഒരു മാനുവലും ഉണ്ട്, ടിപ്സൊക്കെ ഉണ്ട്. ടിപ്സിൻ്റെ ചെറിയൊരു പേപ്പറൊക്കെ ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പാക്കേജിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ആ ബ്രഷ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് നിങ്ങളാക്കുന്നെങ്കിൽ അതിൻ്റെ താഴത്തെ യൂണിറ്റിൽ ചിലപ്പോൾ ഇങ്ങനെ ക്ലോറിൻ്റെ കുറച്ചിങ്ങനെ കട്ടി പോലെ കിടക്കുന്ന കാണാൻ പറ്റും ചെറുതായിട്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വിനാഗിരി ഒഴിക്കുക, ഒരു 10 മിനിറ്റ് വെക്കുക, ആ ബ്രഷും കൊണ്ട് വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന